അയ്യോ വീഡിയോ എടുക്കുകയാണോ? വീഡിയോ എടുത്ത് തുടങ്ങിയാ എന്നാ കാണിക്കുന്നുണ്ടോ? ഹായ് ഹലോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് പിച്ചാത്തിയൊക്കെ താഴെ ഇട്ടും ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പം അതിനു മുമ്പേ പരിചയപ്പെടാനുള്ള 4 പേര് ഉണ്ട്. ഒന്ന് ഞങ്ങളുടെ ചിക്കു ആണ് കേട്ടോ. രണ്ടാമത്തത് പാടേക്കോട്ട്, ഞാൻ എടുക്കാന്ന് പറഞ്ഞ വണ്ടി. രണ്ടാമത്തത് നമ്മുടെ കൂട്ടിയാണ്. മൂന്നാമത്തത് നമ്മുടെ എടായും കോടായുമാണ്. അപ്പം നായ്ക്കുട്ടികളെ വളർത്തുന്നവർക്ക് അല്ലെങ്കിൽ പെറ്റ്സിനെ വളർത്തുന്നവർക്ക് ഏറ്റവും മഴ ആയതുകൊണ്ട് പുളിയുറുമ്പ്. അപ്പം നായ്ക്കുട്ടികളെ വളർത്തുന്നവർക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റുന്നവരും ഉണ്ട്, അറിയാൻ പറ്റാത്തവരും ഉണ്ട്. അപ്പം ഏറ്റവും വലുതായിട്ട് ആൾക്കാർ വിഷമിക്കുന്നത് ഈ പെറ്റ്സിൻ്റെ പുറത്ത് വരുന്ന ചെല്ലാണ്. അപ്പം നമുക്കും ഇതുപോലെ എല്ലാം ഈ 4 പേർക്ക് ഒന്നിച്ച് ചെള്ളായി. അപ്പം നമ്മൾ കുറേ കോതി കളയും, കുളിപ്പിക്കും, ഷാമ്പു ഇടും, ഇതിൻ്റെ മരുന്നുകളൊക്കെ ഒരുപാട് നമ്മൾ പ്രയോഗിച്ചു. നമ്മൾ ഈ ആശുപത്രികളിൽ ഗവൺമെൻറ് ആശുപത്രി ചെന്നാൽ അവർ വരെയാന്ന് പറഞ്ഞിട്ട് വരയുടെ ഗുളികയൊന്നും തരത്തില്ല, അവർ ഒരു മരുന്നും തരാറില്ലായിരുന്നു. അപ്പം ഞങ്ങൾ സത്യം പറഞ്ഞാൽ അങ്ങ് ഭയങ്കര വിഷമം വന്നിട്ടുള്ള കുറച്ച് സമയങ്ങളുണ്ടായിരുന്നു. അപ്പം പിന്നെ ഞങ്ങളുടെ ശരത്തിൻ്റെ അനിയൻ, അവനൊരു പെറ്റ് ലവറാണ്. അപ്പം അവൻ്റെ അടുക്ക ഞാൻ ഒരു ദിവസത്തേക്ക് ചോദിച്ചു, മോനെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പം അവൻ പറഞ്ഞു തന്ന ഒരു മരുന്നാണിത്. പക്ഷേ ഇത് മിക്ക വെറ്റിനറി മരുന്നുകൾ കിട്ടുന്ന സ്ഥലത്ത് മാത്രമല്ല, മിക്ക നല്ല വലിയ എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിൽ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു മരുന്നിൻ്റെ പേരാണ് സ്പോട്ട് ഓൺ. ഇതാണ് സ്പോട്ട് ഓൺ സൊല്യൂഷൻ. അപ്പോൾ ഇത് എന്ന് പറയുന്നത് നമ്മുടെ ഇത് ഒട്ടും നമുക്ക് ടെൻഷൻ വേണ്ടാത്തൊരു സംഭവമാണ്. നമുക്ക് ഒട്ടും പേടിക്കേണ്ട. നമ്മൾ അറിയാലോ, നമ്മളുടെ പെറ്റ്സിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ചെള്ളിൻ്റെ ഒരു ആക്രമണം വരുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസിക വിഷമം ഭയങ്കരമാണെന്ന് വെച്ചാൽ അത് കിടന്നിങ്ങനെ ചൊറിഞ്ഞ് പ്രശ്നം ഉണ്ടാകും. പിന്നെ നമ്മൾ വീട്ടിൽ ചെള്ള് വരും, അല്ലെങ്കിൽ നമുക്ക് അടുത്ത നായ്ക്കുട്ടിയിലേക്ക് ചെള്ള് വരും. അപ്പം അത്രയും പ്രശ്നമായിരുന്നു. അതുപോലെ നമ്മളുടെ എടാപോടാന്ന് പറഞ്ഞാൽ ഫുൾ ടൈം വെളിയിലാണ്. അത് ഇതുപോലല്ല, കൂടില്ല, അവന്മാർ വെളിയിലായിരുന്നു അന്ന് കെട്ടിയിരുന്നത്. അവന്മാരെടുക്കെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടങ്ങ് ചെള്ളായി. നമ്മൾ നടക്കുമ്പം നമ്മുടെ പിറത്ത് വരെ ചെള്ളാവുന്ന ഒരു സ്ഥിതിയിലോട്ടൊക്കെ വന്നായിരുന്നു. അപ്പോഴാണ് ഞാനിങ്ങനെ, രജത്ത് എന്നാണ് അവൻ്റെ പേര്, അപ്പോൾ അവൻ്റെ ചോദിച്ചിട്ടാണ് ഈ ഒരു സ്പോട്ട് ഓൺ ഞാൻ പരിചയപ്പെടുന്നത്. അങ്ങനെ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ വാങ്ങിച്ചൊരു സംഭവമാണ്. അപ്പം ഞങ്ങൾ ഇതിനു മുമ്പ് അവന് ചെയ്തിട്ടുണ്ട്. ഇത് 100% ഇത് റിസൾട്ട് തരുന്ന ഒരു മരുന്നാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ നായ്ക്കുട്ടിയുടെ അല്ലെങ്കിൽ പൂച്ചക്കുട്ടിയുടെ ആരുടെ ആയാലും അപ്പം നമ്മൾ പോയി വെയിറ്റാണ് അവർ ചോദിക്കുന്നത്, എത്ര വെയിറ്റ് ഉണ്ടെന്ന് ചോദിക്കും. അപ്പം ഞാൻ ചിക്കുവിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 15-നും 20-നും ഇടയിൽ വരും. അപ്പം അവർക്ക് ആ ഒരു വെയിറ്റുകാർക്കുള്ള സംഭവമാണ് ഇത്. ഓരോ വെയിറ്റുകാർക്കും അനുസരിച്ചുള്ള മരുന്നാണ് ഈ ഒരു മരുന്നെന്ന് പറഞ്ഞാൽ. വെയിറ്റ് അനുസരിച്ചാണ് അവർ ആ മരുന്ന് നിർണ്ണയിക്കുന്നത്. ഓക്കെ, കൂട്ടിക്ക് കുറച്ചും കൂടെ ചെറിയ മരുന്ന് മതി, കുറച്ചുകൂടെ പൈസ കുറഞ്ഞ മരുന്ന് മതി. ഇതെന്ന് പറഞ്ഞാൽ ഇതിപ്പം നമുക്ക് ആയ വിലയെന്ന് പറഞ്ഞാൽ 352 എന്ന് വെച്ചാൽ 400-ന് അടുപ്പിച്ച് വിലയായിട്ടുള്ളൊരു മരുന്നാണ്. ഒരു വർഷത്തേക്ക് പിന്നെ നമുക്ക് ആരെയും പേടിക്കണ്ട, അത്രയും സേഫായിട്ട് നമുക്ക് പട്ടിക്കുട്ടികളെ കൊണ്ടുപോകാൻ കഴിയും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട വിധം ഞാൻ കാണിച്ചു തരാം. ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ കഴുത്തിൻ്റെ പിന്നിലാണ് ഈ ഒരു സ്പോട്ട് ഓൺ ഒഴിക്കേണ്ടത്. ഇത് കുറച്ച് ഡ്രോപ്സാണ് ഒഴിക്കേണ്ടത്. അപ്പം ആ സ്പോട്ട് ഓൺ എന്ന് പറഞ്ഞാൽ അപ്പം അവിടെ ഇതുങ്ങൾക്ക് നക്കാൻ പറ്റരുത്, അതാണ് ഇതിൻ്റെ ഒരു ഇത്. എന്നിട്ട് 5 ദിവസത്തേക്ക് ഇതുങ്ങളെ നമ്മൾ കുളിപ്പിക്കാനും പാടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ അവനെ കുളിപ്പിച്ചു. ഇനിയിപ്പോൾ 5 ദിവസത്തേക്ക് കുളിപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ കുളിപ്പിച്ച് അവനെ റെഡിയായിട്ട് നിർത്തിയൊക്കെയാണ്. അപ്പോൾ ഇന്നിപ്പം നമ്മൾ സ്പോട്ടഡ് ഇടും. ഇത് എനിക്ക് തോന്നുന്നു അവരുടെ ശരീരത്തിൽ കുറേ ചൂടൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് ആണ് ഇന്നലെ ഇത്രയും, ഇവിടെയൊക്കെ ഭയങ്കര വെയിലല്ലായിരുന്നു. അപ്പം ഇന്നലെ കുളിപ്പിച്ചിട്ട് ഇതിട്ടാൽ മതി നമ്മൾ തീരുമാനിച്ചു. പക്ഷേ ഇന്നലെ തൊട്ട് മഴ തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് അവർക്ക് തണുപ്പ് അനുഭവപ്പെടും, കുഴപ്പമില്ല. അപ്പം ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പോട്ട് ഓൺ നമ്മൾ നായ്ക്കുട്ടികളുടെ മേലെ ഇടുന്ന സമയത്ത് അതുങ്ങൾ ഒരിക്കലും ഇത് നക്കാൻ പാടില്ല. അതുകൊണ്ടാണ് കഴുത്തിൻ്റെ മുകളിൽ, അതായത് തല കഴിഞ്ഞിട്ട് ഈ ഒരു സ്ഥലത്താണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് ഇട്ട് നോക്കാം, തുറന്ന് നോക്കാം.
ഇതാണ് സംഭവം. ഇതാണ് സംഭവം. അപ്പോൾ ഇത് നമ്മൾ പയ്യെ ഇങ്ങനെ എടുക്കും. ഇത് ഇവിടെ ഒരു ചെറിയ ഒരു ഇതാക്കിയാണ് വെച്ചേക്കുന്നത്. നമ്മൾ പതുക്കെ ഇങ്ങനെ എടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ള വെച്ചാൽ ഇത് ഒന്ന് ട്വിസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അവിടെ ഓപ്പൺ ആവും. പിന്നെ നമുക്ക് ഇങ്ങനെ നമുക്ക് ഞെക്കി അവൻ്റെ മുകളിലോട്ട് നമുക്ക് ഇട്ടാൽ മതി. സെറ്റ്. അപ്പോൾ നമുക്കിത് എൻ്റെ മുഖം കാണിക്കുന്നുണ്ടോ മണ്ടു? അപ്പോൾ നമുക്കിത് ഒഴിച്ചിട്ട് വരാം. ടിക്കോ ടിക്കോ, ഞാൻ ഇറങ്ങാൻ മാറ്റേ. ഭയങ്കര എറുമ്പുണ്ട്, അതാണ് ഇറങ്ങാത്ത. ഇനി നമുക്കിത് പ്രസ് ചെയ്താൽ ഇത് സംഭവം വരും. വരുത്തണ്ട കണ്ടല്ലോ. ഓക്കെ, നമ്മളിതാ അവൻ്റെതാ എവിടെ എനിക്കറിഞ്ഞൂടമ്മ. നമ്മളിതാ അവൻ്റെതാ ഇവിടെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഒരു സ്പോട്ടില്ലാതെ എല്ലാ സ്ഥലത്തും കൂടി ഇങ്ങനെ വിതരണോ? ഒരു സ്പോട്ടുണ്ട് പോണണ്ട. എന്തിനു പോന്ന്? ഒരു സ്പോട്ട് ഇട്ടാൽ മതി. ഓക്കെ, ദൂരെ തക്കിരി തക്കിരി നമ്മുടെ കയ്യിലൊന്നും പറ്റിയിട്ടില്ലല്ലോ. തക്കിരി പൊന്നാണോ ഇത്? ഇത് പൊന്നാണോ ഇത്? ഇറങ്ങണമെങ്കിൽ ഒന്ന് ഇറങ്ങിക്കോ. അയ്യോ, ഈ സ്പോട്ട് ഓണിനെ പറ്റിയുള്ളൊരു വീഡിയോ ചെയ്യുക എന്ന് വിചാരിച്ചത് തന്നെ ആർക്കെങ്കിലും ഒന്ന് പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ്. കാരണം ഈ ഒരു പെറ്റ്സിനെ കൊണ്ട് ഇങ്ങനെ ഒരു ചെള്ള് രോഗത്തിനെ കൊണ്ട് ഒരുപാട് വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം പെട്ടെന്ന് അവർക്ക് ഈ സ്പോട്ട് ഓണിനെ പറ്റി അറിയണമെന്നില്ല. നമ്മൾ എവിടെ ചെന്നാലും ആരും പറഞ്ഞു കൊടുക്കത്തുമില്ല. അപ്പം അവർക്കൊക്കെ അറിയാൻ വേണ്ടിയാണ്, അതായത് പെറ്റ്സിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി അടുത്തൊരു പുതിയ വ്ലോഗിൽ കാണാം.